കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരു പാവയ്ക്ക റോസ്റ്റ്. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പാവയ്ക്ക, സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. ഒരു പാൻ എടുക്കുക, അടുപ്പത്ത് വയ്ക്കുക. ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയോ ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കയപ്പയാണ്. ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള കയപ്പയാണ്. ഇനി ഈ കയപ്പ നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ അത് വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ മേക്കിങ്ങിലാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത്. സവാളയും നന്നായിട്ട് ചെറുതായിട്ടുള്ളതാണ്. ഒരു കയപ്പയിലേക്ക് നമ്മൾ 2 സവാളയും 2 വലിയ തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. തക്കാളി കുറച്ച് കൂടി നിൽക്കുന്നതായിരിക്കും അതിന് ടേസ്റ്റ് കൊടുക്കുക. എന്നാലേ നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. കയപ്പയുടെ ആ കയ്പ്പ് രസം നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം നന്നായിട്ട് കയപ്പ ഫ്രൈ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം സവാളയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കയപ്പയാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും വഴന്നതിന് ശേഷമാണ് നമ്മൾ നടുക്ക് ഒരു കുഴി പോലെ ഉണ്ടാക്കിയതിന് ശേഷം തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ട് വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തക്കാളി വലിയ പീസായി മുറിച്ചതിൻ്റെ കാരണം അതിൻ്റെ തോല് നമുക്ക് വേഗം എടുത്ത് കളയാം. ഇനി ഈ തക്കാളി നന്നായിട്ട് വഴന്നതിന് ശേഷം നന്നായിട്ട് നമ്മളത് ചട്ടുകം കൊണ്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എങ്കിലേ അതിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ അകത്തേക്ക് വരുള്ളൂ. ഈ സമയം തന്നെ തക്കാളിയുടെ തോലും വേറിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് മാറ്റിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിലും തക്കാളിയുടെ തൊലി മാറ്റി വയ്ക്കാവുന്നതാണ്. കുറച്ചധികം നേരം ചെറിയ തീയിൽ വഴറ്റിയും അതുപോലെ തന്നെ മൂടി വെച്ചും ഉണ്ടാക്കുന്നതാണ് ഈ ഒരു വിഭവത്തിൻ്റെ കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ പൊടികളായിട്ട് കൂടുതലൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ചേരുവകളെല്ലാം റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഇത് അവസാനിച്ചിട്ടില്ല. കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കതെടുത്ത് കഴിക്കാവുന്നതാണ്.